നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബഹ്റിൻ രാജാവിന്റെ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് തുടക്കം. ബഹ്റിൻ ഭരണാധികാരി ഇന്ത്യയിലെത്തുന്നത് 3 പതിറ്റാണ്ടിന് ശേഷം. സഹകരണം വ്യാപിപ്പിക്കാനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഖത്തറിൽ കെട്ടിടം പണിക്കിടെ 450 ഇന്ത്യൻ തൊഴിലാളികൾ മരിച്ചുവെന്ന വാർത്ത വസ്തുതാ വിരുദ്ധമെന്ന് ഇന്ത്യൻ എംബസി. നേപ്പാൾ തൊഴിലാളികൾക്ക് ഖത്തറിൽ പീഡനമെന്ന വാർത്ത നിഷേധിച്ച് നേപ്പാളീസ് ഫോറം. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളുടെ വധശിക്ഷ സുപ്രീംകോടതി ജീവപര്യന്തമാക്കി. ജയിൽ മോചനത്തിൽ തമിഴ്നാട് സർക്കാരിന് തീരുമാനമെടുക്കാം. പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമെന്ന് പേരാറിവാളന്റെ അമ്മ അർപ്പുതാമാൾ. ആന്ധ്ര 2 സീമാന്ധ്ര എംപിമാരുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ തെലങ്കാന ബിൽ ലോക്സഭ പാസാക്കി. ശബ്ദവോട്ടോടെ പാസാക്കിയ ബില്ലിനെ BJP പിന്തുണച്ചു. ആന്ധ്രാഭവന് മുന്നിൽ TRSന്റെ ആഹ്ലാദ പ്രകടനം. ജനാധിപത്യം പകൽ വെളിച്ചത്തിൽ കശാപ്പ് ചെയ്യപ്പെട്ട കറുത്ത ദിനമെന്ന് ജഗൻമോഹൻ റെഡ്ഡി. ആന്ധ്രാപ്രദേശിൽ നാളെ ബന്ദ്. കടൽക്കൊലക്കേസിൽ നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ പിരിമുറുക്കി ഇറ്റലി. നയതന്ത്ര പ്രതിനിധിയെ മടക്കി വിളിച്ചും റോമിലെ ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തിയും പ്രതിഷേധം. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യയുടെ കഴിവുകേട് വ്യക്തമെന്ന് ആക്ഷേപം. പരമാധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമെന്നും ഇറ്റലി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഇന്ത്യയിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം ഉപകരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായും രാജാവ് കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ഔദ്യോഗിക ക്ഷണപ്രകാരമാണ് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഇന്ത്യയിലെത്തിയത്. 3 പതിറ്റാണ്ടിനു ശേഷമാണ് ബഹ്റൈൻ ഭരണാധികാരി ഇന്ത്യ സന്ദർശിക്കുന്നത്. അതിനാൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഇരു രാജ്യങ്ങളും സന്ദർശനത്തെ ഉറ്റുനോക്കുന്നത്. നിക്ഷേപകരുമായി ചർച്ച നടത്തുന്നതിനായി 120 അംഗ പ്രതിനിധി സംഘവും ബഹ്റൈനിൽ നിന്ന് ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. പ്രമുഖ വ്യവസായികളും സംഘത്തിലുണ്ട്. വിവിധ രംഗങ്ങളിലെ സഹകരണം വ്യാപിപ്പിക്കാനുള്ള കരാറുകൾ 3 ദിനം നീളുന്ന സന്ദർശനത്തിൽ ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായും പ്രധാനമന്ത്രിയുമായും ഉപരാഷ്ട്രപതിയുമായും ചരിത്രപരമായ ഈ സന്ദർശനത്തിൽ രാജാവ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ബഹ്റൈനിലെ 3.5 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് രാജാവിന്റെ സന്ദർശനം അഭിമാന മുഹൂർത്തമാണ് സമ്മാനിക്കുന്നത്. തങ്ങളുടെ 2ാം ജന്മദേശമായാണ് പ്രവാസികൾ ബഹ്റൈനെ നോക്കിക്കാണുന്നത്. കേരളീയരാണ് ബഹ്റൈനിലെ പ്രവാസി ഇന്ത്യക്കാരിൽ 70% പ്രതിനിധീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ബഹ്റൈൻ പ്രതിനിധി സംഘത്തിലെ അംഗമായ സോമൻ ബേബി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സോമൻ ബേബി, എങ്ങനെയാണ് സന്ദർശനത്തിന്റെ പ്രതീക്ഷ? പ്രവാസികൾക്ക് എന്തെങ്കിലും പ്രയോജനം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ സന്ദർശനം ബഹ്റിന്റെയും ഇന്ത്യയുടെയും ബന്ധങ്ങൾ തമ്മിലുള്ള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. കാരണം 32 വർഷത്തിന് ശേഷമാണ് ഒരു ബഹ്റിൻ രാജാവ് ഇന്ത്യ സന്ദർശിക്കുന്നത്. 1981 അദ്ദേഹത്തിന്റെ പിതാവ് ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ അൽ ഖലീഫ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഒരുപാടുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ബഹ്റിനിലെ രാജാവ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. 3 ദിവസത്തെ സ്റ്റേറ്റ് വിസിറ്റിനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ബഹ്റിൻ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു വലിയ ഡെലിഗേഷൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി. വിദേശകാര്യ സഹമന്ത്രി അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ മോഹൻകുമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹം താമസിക്കുന്ന ITC മൗര്യ ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് അദ്ദേഹം ഇന്ത്യൻ ബിസിനസ് സംഘവുമായിട്ട് ബഹ്റിനിൽ നിന്നെത്തിയ വ്യാപാരികളുടെ സമൂഹവുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. നാളെ അദ്ദേഹം പ്രസിഡന്റ് പ്രണബ് മുഖർജിയുമായിട്ടും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിനു ശേഷം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒട്ടേറെ ധാരണാപത്രങ്ങൾ ഒപ്പിടുകയാണ്. അതിനകത്ത് നിക്ഷേപങ്ങളുണ്ട്, ഇക്കണോമിക് സിറ്റുവേഷനെ പറ്റിയുള്ള മെമ്മോറാണ്ടം ഉണ്ട്, യൂത്ത് അഫയേഴ്സ് ഉണ്ട്, സാമ്പത്തിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള ധാരണയുണ്ട്. അങ്ങനെ ഒട്ടേറെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവിടെ സൈൻ ചെയ്യുന്നതാണ് ഹൈദരാബാദ് ഹൗസിൽ വെച്ച്. ഇന്ന് രാത്രിയിൽ അദ്ദേഹം ബഹ്റൈനിൽ നിന്നെത്തിയ സംഘത്തിന് ഒരു വിരുന്ന് നൽകുകയുണ്ടായി ITC മൗര്യയിൽ. നാളെ ഇന്ത്യയുടെ രാഷ്ട്രപതി അദ്ദേഹത്തിന് ഒരു വിരുന്ന് നൽകുകയാണ് രാഷ്ട്രപതി ഭവനിൽ വിളിച്ച്. വളരെ നന്ദി ശ്രീ സോമൻ ബേബി ഞങ്ങളോട് വിശദമായി സംസാരിച്ചതിന്. ഖത്തറിൽ 2 വർഷത്തിനിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 450 ഇന്ത്യൻ തൊഴിലാളികൾ മരിച്ചതായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതിനിടെ നേപ്പാൾ തൊഴിലാളികൾ ഖത്തറിൽ പീഡനത്തിന് ഇരയാകുന്നുവെന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത കെട്ടിച്ചമച്ചതാണെന്ന് നേപ്പാളീസ് ഫോറവും പ്രതികരിച്ചു.
വിഷൻ 2030 ഭാഗമായി 1995 മുതൽ ഖത്തറിൽ വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ ഈ മേഖലയിൽ കൂടുതലായി തൊഴിലെടുക്കുന്നുമുണ്ട്. എന്നാൽ 2022 ലോകകപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ തൊഴിലാളികൾ മരണപ്പെട്ടുവെന്ന വാർത്ത ശരിയല്ലെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ശശികുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. വേൾഡ് കപ്പ് 2022 കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇപ്പോഴും, അതായത് പലതും ഡിസൈനിങ് സ്റ്റേജസിലിരിക്കുന്നതേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടില്ല. ഈ പ്രൊപ്പഗാൻഡ, അതായത് ഈ മരണങ്ങൾ എല്ലാം 2022 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് എന്ന് പറയുന്നത് എന്നോട് ഇന്ത്യൻ എംബസിക്ക് യോജിക്കാൻ ആവില്ല. 2012 ഖത്തറിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 237 ആണ്. അതിൽ 13 പേർ മാത്രമാണ് തൊഴിലിടങ്ങളിലെ അപകടങ്ങളിൽ മരിച്ചത്. 2013 മരണപ്പെട്ട 241 ഇന്ത്യക്കാരിൽ അപകട മരണം 14 പേരുടേത് മാത്രം. ഈ മരണങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്നതും ലോകകപ്പുമായി ബന്ധപ്പെടുത്തുന്നതും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ നേപ്പാളിൽ നിന്നുള്ള തൊഴിലാളികൾ ലോകകപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മരണപ്പെടുന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ വാർത്ത കെട്ടിച്ചമച്ചതാണെന്ന് കഴിഞ്ഞ ദിവസം നേപ്പാളീസ് ഫോറം വ്യക്തമാക്കിയിരുന്നു. ആദ്യമായിട്ട് ഗാർഡിയനിൽ വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് നേപ്പാളി വർഗേഴ്സിൻ്റെ കാര്യമാണ്. ആ റിപ്പോർട്ടുമായിട്ട് ഇൻഫാക്റ്റ് നേപ്പാൾ എംബസി തന്നെ അവർ ഡിസസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ തന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു റിപ്പോർട്ടിലെ വാസ്തവികത മീഡിയ തന്നെ കണ്ടെത്തേണ്ടതാണ്. അതിനിടെയാണ് ഇന്ത്യൻ മാധ്യമങ്ങളിലടക്കം ഖത്തറിനെതിരായ പുതിയ വാർത്തകൾ ഇടം പിടിച്ചത്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഖത്തർ ആതിഥ്യമരുളുമെന്ന വാർത്ത വന്നതു മുതൽ ഖത്തറിനെതിരായ പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചരണവും ആരംഭിച്ചിരുന്നു. ദി ഗാർഡിയൻ എന്ന ബ്രിട്ടീഷ് പത്രം നേതൃത്വം നൽകുന്ന പ്രചരണത്തിൽ അവസാനത്തേത് മാത്രമാണ് തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നത്. മുജീബുർ റഹ്മാൻ, മീഡിയ വൺ, ദോഹ. തന്റെ മകൻ കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ഫിലിപ്പൈൻ സ്ത്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുവൈത്തിൽ അറസ്റ്റിലായ ബാലുശ്ശേരി സ്വദേശി തുഫൈലിന്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. മീഡിയ വൺ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈത്തിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് അബ്ദുൽ ലത്തീഫ്. കേസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബാലുശ്ശേരി വല്യത്ത് സ്വദേശി തുഫൈലിനെയും ഈങ്ങാപ്പുഴ സ്വദേശി ടിജോ തോമസിനെയും താമസ സ്ഥലത്ത് വെച്ച് അന്വേഷണ സംഘം പിടികൂടിയത്. കൊലയാളിയെന്ന് സംശയിക്കുന്ന അജിത് അഗസ്റ്റിൻ നേരത്തെ തന്നെ പോലീസിന്റെ പിടിയിലായിരുന്നു. എൻ്റെ മോന് അങ്ങനെ ഒന്നും ചെയ്യലെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അവനെ ഫോൺ ചെയ്ത് പിന്നെ ഫ്ലാറ്റ് തീപിടിക്കുന്നുണ്ട്, ഇനി വാ കാണാനെന്നാണ് പറഞ്ഞത്. പിന്നെ അവനെന്ന് സ്റ്റേഷനിൽ മർക്കസിലേക്ക് മാറ്റിയാരോ എന്നെ വിളിച്ചിരുന്നു. അന്നേരം ഇതേ പറഞ്ഞിട്ടുള്ളൂ, അവന് ഞാൻ പെട്ടതാണ്, എന്നെ പെടുത്തിയതാണ്, ഞാനിതിലൊന്നുമില്ല, കൂട്ടുകെട്ടുകൊണ്ട് പറ്റിയ അബദ്ധമാണ് എനിക്ക്, ഇനി മേലിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിൽ പെടൂല എന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. എൻ്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഞാൻ ഇതുവരെ അവൻ്റെ അടുത്ത് കണ്ടില്ല. അങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുമില്ല എൻ്റെ അടുത്ത് അവന്. GCC സുരക്ഷാ ഉടമ്പടിക്ക് അന്തിമ അംഗീകാരം നൽകുന്ന കാര്യം കുവൈത്ത് പാർലമെന്റ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഉടമ്പടിയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും വാക്പോര് രൂക്ഷമായതോടെയാണ് സ്പീക്കർ ഇടപെട്ട് നടപ്പ് സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കില്ലെന്ന് അറിയിച്ചത്. വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനവും സംവാദവും ചർച്ചകളും നടക്കേണ്ടതുണ്ടെന്നും ഈ വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നത് നിർത്തിവെച്ച് GCC സുഹൃദ് രാജ്യങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 8 പ്രബല രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മകൾ GCC സുരക്ഷാ ഉടമ്പടിയുമായി കുവൈത്ത് സഹകരിക്കുന്നതിനോട് പൂർണ്ണമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അടുത്തിടെയാണ് കുവൈത്ത് അടക്കമുള്ള GCC രാജ്യങ്ങൾ സുരക്ഷാ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. വിസ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ പോലീസിന്റെ പിടിയിലായ കൊല്ലം സ്വദേശി നസീർ ഖത്തറിൽ നിരവധി പേരെ കബളിപ്പിച്ച് നാട്ടിലേക്ക് കടന്നതാണെന്ന് തട്ടിപ്പിന് ഇരയായവർ പറഞ്ഞു. ഇയാളുടെ ഫോട്ടോ ഗൾഫ് മാധ്യമത്തിൽ കണ്ടതോടെയാണ് ദോഹയിലെ പ്രവാസികൾ ആളെ തിരിച്ചറിഞ്ഞത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. നേരത്തെ ഖത്തറിലെ ദഫ്നയിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന നസീർ സൗദി അറേബ്യയിലെ എണ്ണ കമ്പനിയായ സൗദി അരാംകോയിൽ ജോലി തരപ്പെടുത്തി നൽകാം എന്ന വാഗ്ദാനം നൽകിയാണ് പലരിൽ നിന്നായി പണം കൈക്കലാക്കിയിരുന്നത്. തൃശൂർ വാടാനപ്പള്ളി സ്വദേശി അബ്ദുള്ള, കൊല്ലം പള്ളിമുക്ക് സ്വദേശി സുധീർ, കോഴിക്കോട് നടുവള്ളൂർ സ്വദേശി റഫീഖ് എന്നിവരാണ് നേരത്തെ ഇയാളുടെ തട്ടിപ്പിനിരയായവർ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു ഇയാൾ പണം കൈക്കലാക്കിയിരുന്നത്. അതായത് ഇപ്പോൾ ഇവനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരു ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവൻ അന്ന് ഞങ്ങളോട് പറഞ്ഞത് ഒരു സൗദി അറാംകോയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും അവിടുന്ന് 2 ഇംഗ്ലീഷ് സ്ത്രീകളെ കൊണ്ട് ഇവിടുത്തെ ബ്രിട്ടീഷ് എംബസിയിലേക്ക് വന്നതാണെന്ന് അന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ അവിടേക്ക് നിങ്ങൾക്ക് ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, പാസ്പോർട്ടിൻ്റെ കോപ്പി കാട്ട്, സൗദി അറാംകോൻ്റെ ഒരു ഓഫീസ് ഇവിടെ ഷമാലിൽ കടലിൻ്റെ ഉള്ളിൽ, അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ നിന്ന് ഹെലികോപ്റ്റർ വന്നിട്ടാണ് അതിന് പോകണമെങ്കിൽ റിഗിലാണ് അവിടെ അയാളുള്ളത്, ഞങ്ങൾ പാസ്പോർട്ടിൻ്റെ കോപ്പി തന്നു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് കാണിക്കുക, അയാൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വലയിൽ വീശിയത്. ഖത്തറിൽ
നടത്തിയ തട്ടിപ്പുകൾ വാർത്തയായതോടെ 5 മാസം മുമ്പാണ് നസീർ നാട്ടിലേക്ക് കടന്നത്. നാട്ടിൽ വിസ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് ഇയാൾ പോലീസിന്റെ പിടിയിലായി. വിവരം അറിഞ്ഞ് ഖത്തറിൽ നിന്നും നാട്ടിലെ സർക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതായും വേണമെങ്കിൽ കേസിൽ കക്ഷി ചേരാമെന്നുമാണ് തട്ടിപ്പിന് ഇരയായവർക്ക് ലഭിച്ച മറുപടി. കൊല്ലം പള്ളിമുക്ക് സ്വദേശി സുധീറിൽ നിന്ന് മാത്രം ഇയാൾ കൈക്കലാക്കിയത് 12,000 റിയാലാണ്. കടം വീട്ടാൻ മാർഗമില്ലാത്തതിനാൽ 3 വർഷമായി നാട്ടിൽ പോകാനാവാതെ വിഷമിച്ചിരിക്കുകയാണ് സുധീർ. നാട്ടിൽ നിന്ന് വന്നിപ്പം 3 വർഷമായി. സാധാരണ 1 വർഷം 1.5 വർഷത്തിൽ പോണതാണ്. അപ്പോൾ ഇത് കാരണം മറ്റേ സുഹൃത്തുക്കളുടെ പൈസ കൊടുക്കാനുള്ളതിനെ കൊണ്ട് ഞാനിപ്പോൾ വലിയ ബുദ്ധിമുട്ടെല്ലാമാണ്. അപ്പോൾ പലിശക്കെല്ലാം എടുത്ത് അവരുടെ പൈസ എല്ലാം കുറച്ചേ വീട്ടിൽ വരുന്നു. എംബസിയിൽ പരാതിപ്പെട്ടെങ്കിലും ഇവർക്ക് യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല. നസീറിനോടൊപ്പം കോട്ടയം സ്വദേശി തോമസ് എന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരാളും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. തോമസ് ഇപ്പോഴും ഖത്തറിലെ അൽഖോറിൽ ഖത്തർ പെട്രോളിയം എന്ന സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നുണ്ടെന്നാണ് തട്ടിപ്പിനിരയായവർ പറഞ്ഞത്. തോമസുമായും നസീറുമായും നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡുകളും ഇവരുടെ പക്കലുണ്ട്. ഇവരെ കൂടാതെ വേറെയും നിരവധി പേർ കബളിപ്പിക്കപ്പെട്ടതായാണ് വിവരം. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ. റിയാദിൽ നഗരസഭ നിർമ്മിച്ച 100 അടിയോളം ആഴമുള്ള മലിനജലക്കുഴിയിലെ വെള്ളക്കെട്ടിൽ മിനി ട്രക്ക് വീണ് മലയാളി യുവാവ് മരിച്ചു. റിയാദ് സുലയിൽ തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിൽ മലപ്പുറം ഓമാനൂർ തീണ്ടപ്പാറ സ്വദേശി പൂവത്തിക്കണ്ടി നൌഷാദാണ് മരിച്ചത്. ഹന വാട്ടർ കമ്പനിയിൽ ജോലിക്കാരനായ നൌഷാദ് വൈകിട്ട് 6 മണിയോടെ കമ്പനി ഗോഡൌണിൽ നിന്ന് ലോഡ് കയറ്റി താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് കുഴിയിലേക്ക് വാഹനം വീണത്. അടുത്തിടെ മഴ പെയ്തതിനാൽ റോഡിന് സമമായി വെള്ളമുണ്ടായിരുന്നു. വെള്ളം നിറഞ്ഞതിനാൽ പുലർച്ചെ 4 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷുമൈസി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 3 മാസമായി സൗദിയിലുള്ള നൌഷാദ് 7 മാസം മുൻപാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് തിരിച്ചെത്തിയത്. ഷാർജ വ്യവസായ മേഖലയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 16 വെയർഹൌസുകളും നിരവധി സ്റ്റോറുകളും കത്തിനശിച്ചു. ബിൻ ലാദൻ റൗണ്ട് അബൌട്ടിന് സമീപം വ്യവസായ മേഖല 13-ൽ തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ ഉണ്ടായ തീപിടുത്തം ചൊവ്വാഴ്ച രാവിലെയോടെയാണ് അണയ്ക്കാൻ കഴിഞ്ഞത്. വാഹന സ്പെയർ പാർട്സുകൾ, അലൂമിനിയം ഉപകരണങ്ങൾ, ഫർണിച്ചർ, തുണിത്തരങ്ങൾ, പെർഫ്യൂം, എണ്ണ തുടങ്ങിയവയുടെ വെയർഹൌസുകളാണ് ഇവിടെയുള്ളത്. 22 വെയർഹൌസുകൾ അടങ്ങുന്ന സമുച്ചയത്തിലെ ഒന്നിനാണ് ആദ്യം തീപിടിച്ചത്. തീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. പോലീസും സിവിൽ ഡിഫൻസും സ്ഥലത്തെത്തി തീ കെടുത്താൻ നീക്കം തുടങ്ങി. പ്രദേശത്തേക്കുള്ള റോഡുകളെല്ലാം പോലീസ് അടച്ചു. സിവിൽ ഡിഫൻസിന്റെ വാഹനങ്ങളും ആംബുലൻസുകളും മാത്രമാണ് കടത്തിവിട്ടത്. മണിക്കൂറുകൾ നീണ്ട നീക്കത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. സമുച്ചയം പൂർണ്ണമായും കത്തിനശിച്ചതായി ഷാർജ സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അബ്ദുല്ല അൽ സുവൈദി പറഞ്ഞു. വെയർഹൌസുകളിൽ ശേഖരിച്ചു വെച്ച തൊഴിലാളികളുടെ പാസ്പോർട്ടും നിരവധി ചെക്കുകളും കത്തിനശിച്ചവയിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ ലക്ഷക്കണക്കിന് ദിർഹമിന്റെ ചരക്കുകളും നഷ്ടമായി. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷാർജ, ദുബൈ, അജ്മാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സിവിൽ ഡിഫൻസ് യൂണിറ്റുകൾ തീകെടുത്താനുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളായി. മീഡിയ 1, ഷാർജ. അബുദാബിയിലെ ഇന്ത്യൻ ഇസ്ലാമിക് സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ സ്കൂൾ എന്നിവ അടച്ചുപൂട്ടാൻ അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ ഉത്തരവിട്ടു. അടുത്ത അധ്യയന വർഷം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. 2 വിദ്യാലയങ്ങൾ മാർച്ചിൽ അടച്ചുപൂട്ടുന്നതോടെ 2000-ലേറെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രതിസന്ധിയിലാവുക. അടച്ചുപൂട്ടൽ വിവരം സ്കൂൾ അധികൃതർ സർക്കുലർ മുഖേന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അറിയിച്ചതോടെ എല്ലാവരും ആശങ്കയിലായി. പ്രതിസന്ധി ബോധ്യമായിട്ടും സ്കൂൾ അധികൃതർ കൃത്യസമയത്ത് പ്രശ്നപരിഹാരത്തിന് സന്നദ്ധമായില്ലെന്ന പരാതിയാണ് രക്ഷിതാക്കളിൽ ഭൂരിഭാഗത്തിനും. എന്നാൽ ആശങ്ക വേണ്ടതില്ലെന്നും പരിഹാരമാർഗം കണ്ടെത്താൻ എല്ലാ നീക്കവും നടത്തുമെന്നും ഇന്ത്യൻ അംബാസഡർ TP സീതാറാം മീഡിയ 1-നോട് പറഞ്ഞു. ഇതുകൊണ്ടൊന്നും പക്ഷേ രക്ഷിതാക്കളുടെ വേവലാതി മാറുന്നില്ല. എല്ലാ കുട്ടികൾക്കും TC നൽകാനും ബോർഡ് ഉൾപ്പെടെ എടുത്തുമാറ്റാനും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇസ്ലാഹി സ്കൂളിൽ KG മുതൽ 12ാം ക്ലാസ് വരെ 1412 കുട്ടികൾ പഠിക്കുന്നുവെന്നാണ് കണക്ക്. ലിറ്റിൽ ഫ്ലവറിലാവട്ടെ KG മുതൽ 7ാം ക്ലാസ് വരെ 592 കുട്ടികളാണുള്ളത്. അബുദാബിയിലെ ബഹുഭൂരിഭാഗം ഇന്ത്യൻ സ്കൂളുകളിലും ഒറ്റ സീറ്റ് പോലും ഇപ്പോൾ ലഭ്യമല്ലെന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു. ചില സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഏതാനും സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിലും ഉയർന്ന ഫീസ് സാധാരണ പ്രവാസികൾക്ക് പ്രയാസം സൃഷ്ടിക്കും. ഉടൻ തന്നെ മറ്റൊരു സ്കൂൾ കെട്ടിടം ലഭിച്ചില്ലെങ്കിൽ നല്ലൊരു ശതമാനം രക്ഷിതാക്കൾക്കും തങ്ങളുടെ കുട്ടികളെ നാട്ടിലേക്ക് അയക്കേണ്ട സാഹചര്യമാകും ഉരുത്തിരിയുക. ജവാദ് മുഹമ്മദ്, മീഡിയ 1. വാർത്തകൾ തുടരുന്നു. സൗദി അറേബ്യയിലെ ദമാമിൽ മീഡിയ 1 ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ പ്രമുഖ ഭാഷാ പണ്ഡിതനും കവിയുമായ പുതുശ്ശേരി രാമചന്ദ്രനാണ് ബ്യൂറോയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. മാധ്യമം മീഡിയ 1 സൗദി ചീഫ് കോർഡിനേറ്റർ KM ബഷീർ അധ്യക്ഷത വഹിച്ചു.
ജനാധിപത്യ ലോകത്ത് ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് ഗൗരവമായ ഇടപെടലാണ് നിർവഹിക്കാനുള്ളതെന്ന് പുതുശ്ശേരി രാമചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മാധ്യമം കുടുംബത്തിൽ നിന്നുള്ള മീഡിയ വണ്ണിന് നേരും നന്മയും നിറഞ്ഞ കാഴ്ചകൾ ഒരുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എക്സ്ക്ലൂസീവുകളുടെ പേരിൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന മാധ്യമങ്ങൾ അത് തിരുത്തുമ്പോൾ ജനങ്ങളെ അറിയിക്കാറില്ലെന്ന് ആശംസാ പ്രസംഗം നടത്തിയ മുൻ മന്ത്രി KE ഇസ്മായിൽ അഭിപ്രായപ്പെട്ടു. എന്നാൽ മീഡിയ വൺ പിന്തുടരുന്ന വഴി സ്വീകാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കടലാസിനോട് ബഹുമാനം നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ നന്മയുടെയും നേരിന്റെയും മൂല്യങ്ങൾ പകർന്നു നൽകാൻ മീഡിയ വണ്ണിന് കഴിയട്ടെയെന്ന് കവി PK ഗോപി ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. അതിഥികൾക്കുള്ള ഉപഹാരങ്ങൾ KM ബഷീർ സമ്മാനിച്ചു. മീഡിയ വൺ ദമാം റിപ്പോർട്ടർ സാജിദ് ആറാട്ടുപുഴ സംസാരിച്ചു. ദമാമിലെ പാസ്പോർട്ട് ഓഫീസിനടുത്താണ് ബ്യൂറോ പ്രവർത്തിക്കുന്നത്. മീഡിയ വൺ ദമാം. അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിത സഭാ അധ്യക്ഷൻ ഡോക്ടർ യൂസുഫുൽ ഖർദാവി നാളെ ഖത്താറയിൽ പ്രഭാഷണം നടത്തും. ഖത്താറ സംഘടിപ്പിച്ചു വരുന്ന സ്വർഗത്തോപ്പ് എന്ന പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി മുസ്ലിം സമുദായം നോവുകൾക്കും പ്രതീക്ഷകൾക്കും മധ്യേ എന്ന തലക്കെട്ടായിലായിരിക്കും ഡോക്ടർ ഖർദാവി പ്രഭാഷണം നടത്തുക. ഇശാ നമസ്കാരത്തിന് ശേഷം ഖത്താറയിലെ ജുമാ മസ്ജിദിലാണ് പ്രഭാഷണം നടക്കുക. ഖത്തറിൽ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസുകൾക്ക് ട്രാഫിക് സിഗ്നലുകളെ മറികടക്കാനാവും. ആംബുലൻസുകളും സിവിൽ ഡിഫൻസ് വാഹനങ്ങളും വരുമ്പോൾ ട്രാഫിക് സിഗ്നലുകൾ സ്വയം തുറക്കാൻ സഹായിക്കുന്ന പൊതു സംവിധാനം പൊതുമരാമത്ത് വകുപ്പ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഗതാഗതക്കുരുക്ക് മുൻനിർത്തിയാണ് പുതിയ തീരുമാനം. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കാർ രഹിത ദിനാചരണം നടത്താൻ തീരുമാനം. 64ഓളം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ കാറുകൾ ഉപേക്ഷിച്ച് പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യും. 700ഓളം കാറുകൾ നിരത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നത്. പൊതുഗതാഗത സംവിധാനം പ്രോത്സാഹിപ്പിക്കുക, അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് കുറയ്ക്കുന്നതിനായി ബോധവൽക്കരണം നടത്തുക തുടങ്ങിയവയാണ് കാർ രഹിത ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ബുധനാഴ്ചയാണ് ദിനാചരണം. ദുബായിലെ ബീച്ചുകളിലെല്ലാം ഇറച്ചി ചുടുന്നത് കർശനമായി നിരോധിച്ച് ദുബായ് നഗരസഭ ഉത്തരവിറക്കി. നിരോധനം ലംഘിക്കുന്നവർക്ക് 1000 ദിർഹം പിഴയൊടുക്കേണ്ടി വരുമെന്ന് മുനിസിപ്പാലിറ്റി എൻവയോൺമെന്റ് എമർജൻസി വിഭാഗം മേധാവി ഖാലിദ് ബിൻ സുലാത്തീൻ പറഞ്ഞു. ബീച്ചുകളിലെല്ലാം മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. നിരോധനം ലംഘിക്കുന്നുണ്ടോ എന്നറിയാൻ ഇൻസ്പെക്ടർമാർ ബീച്ചുകളിൽ പരിശോധന നടത്തും. അല്ലാത്തപക്ഷം തത്സമയം പിഴ ചുമത്തും. ബീച്ചുകൾ വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നേതൃത്വം നൽകുമെന്നും സുലാത്തീൻ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്തിന്റെ വനിതാ കൂട്ടായ്മയായ മഹിളാവേദി ആർട്ട് ആൻഡ് ഫിഷ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഈ മാസം 21-ന് ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടക്കുന്ന പരിപാടി ഇന്ത്യൻ സ്ഥാനപതിയുടെ പത്നി ഡോക്ടർ ഗാർഹി ജെയിൻ ഉദ്ഘാടനം ചെയ്യും. കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സ്ത്രീകളും കുട്ടികൾക്കുമായി നിരവധി മത്സര പരിപാടികൾ നടക്കും. ടെലിവിഷൻ കുക്കറി ഷോകളിലൂടെ പ്രസിദ്ധയായ ജുമാന ഖാദിരി വിധികർത്താവായെത്തുന്ന പാചക മത്സരം ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണം ആയിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. UAEയുടെ ചരിത്രത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ചോദ്യോത്തര മത്സരത്തിന് തുടക്കമായി. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ദേശീയ തലത്തിലുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 1971 സംരംഭം എന്നാണ് പദ്ധതി നാമകരണം ചെയ്തിരിക്കുന്നത്. മൊത്തം 1971 ചോദ്യങ്ങളാണ് മത്സരത്തിലുണ്ടാവുക. മത്സരത്തിൽ സ്വദേശികൾക്കും പ്രവാസികൾക്കും പങ്കെടുക്കാം. 3 വർഷം നീളുന്ന മത്സരത്തിൽ എല്ലാ കൊല്ലവും 71 വിജയികളെ കണ്ടെത്തും. ഇവരിൽ ഓരോരുത്തർക്കും 1.5 ലക്ഷം ദിർഹമിന്റെ സമ്മാനം നൽകും. മാർച്ചിൽ ആരംഭിക്കുന്ന മത്സരം എല്ലാ വർഷവും 3 മാസം നീണ്ടു നിൽക്കും. മത്സരത്തിന്റെ ഭാഗമായി ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരവും ഉണ്ടാകും. ഈ മാസം 25 മുതൽ 28 വരെ ഫർവാനിയ ഗാർഡന് സമീപം സംഘടിപ്പിക്കുന്ന 3ാമത് ഇസ്ലാമിക് സെമിനാറിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ഭാരവാഹികൾ അറിയിച്ചു. 28 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ 11 വരെ നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിലായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് പരിശോധനാ സൗകര്യം ലഭ്യമാവുക. ഇതോടനുബന്ധിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഉണ്ടാവും. രജിസ്ട്രേഷന് 66723620 6773196 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കുവൈത്ത് ഹല ഫെബ്രുവരി ആഘോഷങ്ങളിലേക്ക് കടന്നപ്പോൾ രാജ്യത്ത് സന്ദർശനത്തിനായെത്തിയവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 2 ദിവസത്തിനുള്ളിൽ 1.5 ലക്ഷം ആളുകൾ കുവൈത്ത് സന്ദർശിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹല ഫെബ്രുവരി ആഘോഷ കമ്മിറ്റി PRO വലീദ് അൽ സഖവിയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ മാത്രം 50,000 പേരാണ് രാജ്യത്തെത്തിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി സന്ദർശകരുടെ എണ്ണത്തിൽ 27% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. കുവൈത്ത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി യൂത്ത് ഇന്ത്യ കുവൈത്ത് ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. കുവൈത്ത് അറ്റ് ഹലാഫബ് എന്ന് പേരിട്ടിരിക്കുന്ന മത്സരത്തിൽ ഇന്ത്യക്കാരായ ആർക്കും പങ്കെടുക്കാം.
ഹല ഫെബ്രുവരി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അലങ്കാരങ്ങളും ദൃശ്യങ്ങളുമാണ് മത്സരത്തിനായി പരിഗണിക്കുക. ഫോട്ടോ മീ സ്റ്റുഡിയോവുമായി സഹകരിച്ചാണ് മത്സരം ഒരുക്കുന്നത്. ഒരാൾക്ക് 3 ഫോട്ടോ വരെ അയക്കാമെന്നും യൂത്ത് ഇന്ത്യ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച ഫ്യൂഷൻ 2014 വിന്റർ പിക്നിക്കിൽ 117 പോയിന്റുമായി അഹമ്മദി ഏരിയ ഓവറോൾ ചാമ്പ്യന്മാരായി. 107 പോയിന്റോടെ ജഹ്റ ഏരിയ രണ്ടാമതും 97 പോയിന്റുമായി ഹവല്ലി ഏരിയ മൂന്നാമതുമെത്തി. ചെയർമാൻ MT മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ, അബ്ദുൽ അസീസ് സലഫി എന്നിവർ സംസാരിച്ചു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ സാരഥി ഡോക്ടർ ആസാദ് മൂപ്പന് കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്വത്തിനുള്ള പുരസ്കാരം കൈമാറി. ദുബൈയിൽ പ്രമുഖ പ്രസിദ്ധീകരണ സ്ഥാപനമായ ITP ആണ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രമുഖ ബിസിനസ് സംരംഭകരുടെ സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയാണ് അവാർഡ് സമർപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. റിയാദിൽ നടക്കുന്ന സൗദി പ്രിന്റ് ആൻഡ് പാപ്പ് എക്സിബിഷനിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായികളുമായി സൗദിയിലെ നിക്ഷേപകർ ചർച്ച നടത്തി. ഇന്ത്യൻ എംബസിയിൽ നടന്ന പരിപാടിയിൽ സ്വദേശികളും വിദേശികളുമായ നിരവധി വ്യവസായ പ്രമുഖർ പങ്കെടുത്തു. സൗദി ഇന്ത്യ ബിസിനസ് നെറ്റ്വർക്ക് സംഘടിപ്പിച്ച മുഖാമുഖം ഇന്ത്യൻ എംബസി DCM CB ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്ലാസ്റ്റിക് എക്സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിൽ റീജിയണൽ ഡയറക്ടർ നീലോത്പാൽ ബിശ്വാസ്, IP AMA പ്രസിഡന്റ് KS ഖുറാന എന്നിവർ വിഷയം അവതരിപ്പിച്ചു. എംബസി കൊമേഴ്സ് വിഭാഗം സെക്കൻഡ് സെക്രട്ടറി സുരീന്ദർ ഭഗത് അധ്യക്ഷത വഹിച്ചു. കോസ്മോ ട്രാവലിന്റെ 16ാമത് ബ്രാഞ്ച് UAE ഖൽബയിൽ ഷാർജ ടൂറിസം വകുപ്പ് ഡയറക്ടർ ഖാലിദ് ജാസിം അൽ മിദ്ഫ ഉദ്ഘാടനം ചെയ്തു. ട്രാവൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങളാണ് തങ്ങൾ നൽകുന്നതെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. 2010 കോസ്മോ ട്രാവൽ സംരംഭം ആരംഭിച്ചത്. കുറഞ്ഞ കാലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ തുറക്കാൻ കഴിഞ്ഞ ട്രാവൽ സംരംഭം എന്ന പ്രത്യേകത കൂടിയുണ്ട് കോസ്മോയ്ക്ക്. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരാം. രാജീവ് ഗാന്ധി വധക്കേസിൽ പ്രതികളുടെ വധശിക്ഷ സുപ്രീം കോടതി ഇളവ് ചെയ്തു. മുരുകൻ, ശാന്തൻ, പേരറിവാളൻ എന്നിവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി. ശിക്ഷ ഇളവ് ചെയ്യണമെന്ന പ്രതികളുടെ ഹർജിയിലാണ് വിധി. പ്രതികളുടെ ജയിൽ മോചനം സംബന്ധിച്ച് ഇനി തമിഴ്നാട് സർക്കാരിന് തീരുമാനമെടുക്കാം. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികൾ നേരിട്ടത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രതികളായ ശാന്തൻ, പേരറിവാളൻ, മുരുകൻ എന്നിവർ സന്തോഷകരമായ ജയിൽ ജീവിതമാണ് നയിക്കുന്നതെന്നും യാതൊരു വിധത്തിലുമുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നില്ലെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വാദം. പ്രതികൾ ചെയ്തത് ഹീനകൃത്യമായതിനാൽ വധശിക്ഷ ഇളവ് ചെയ്യരുതെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 23 വർഷമായി ജയിലിൽ കഴിയുന്നവർ മാനസിക പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് പറയാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ദയാഹർജികളിൽ തീർപ്പുണ്ടാക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധിയില്ലെങ്കിലും ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമാകാതിരിക്കാൻ ഇക്കാര്യങ്ങൾ വേഗത്തിലാക്കണം. ദയാഹർജികളിൽ സമയബന്ധിതമായ തീർപ്പുണ്ടാക്കണമെന്ന കാര്യം പുതിയ ചട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. The court has said that they have commuted the death sentence to life. In law, life means life subject to remissions granted by the government under Article 161 and Section 433 of the CRPC. It's now in the hand of the state government to decide whether and when these particular prisoners will be released. 1991 കേസിനാസ്പദമായ സംഭവം. തുടർന്ന് 1998 പ്രതികളായ 4 പേർക്ക് വധശിക്ഷ വിധിച്ചു. കേസിൽ ഉൾപ്പെട്ട നളിനിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. 2000 ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇവരുടെ ദയാഹർജി എത്തി. 2005 രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം 2011 രാഷ്ട്രപതി ദയാഹർജി തള്ളുകയായിരുന്നു. ടാഡ പോട്ട നിയമപ്രകാരം തീവ്രവാദ കേസുകളിൽ ഉൾപ്പെട്ടവരുടെ വധശിക്ഷയ്ക്കും കാലതാമസം നേരിട്ടാൽ ഇളവ് നൽകാമെന്ന് സുപ്രീം കോടതി സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു പ്രതികൾ പുതിയ ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് P. സദാശിവത്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് പേരറിവാളൻ ഉൾപ്പെടെയുള്ളവരുടെ വധശിക്ഷ ഇളവ് ചെയ്തത്. പേരറിവാളൻ ഉൾപ്പെടെയുള്ളവരുടെ വധശിക്ഷ ജീവപര്യന്തമായി സുപ്രീം കോടതി കുറച്ചിരിക്കുന്നു. ഇവരെ വിട്ടയക്കണമെന്നുള്ള കാര്യത്തിൽ തമിഴ്നാട് സർക്കാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയപരമായ ചർച്ചകൾക്കും ചലനങ്ങൾക്കും ഇത് വഴിവെക്കും. ഡൽഹിയിൽ നിന്നും ലിജോ വർഗീസ്, മീഡിയ 1. തന്റെ പ്രാർത്ഥന ഫലിച്ചുവെന്ന് പേരറിവാളന്റെ അമ്മ അർപ്പുതമ്മാൾ പ്രതികരിച്ചു. சதாசிவ அமர்வுக்கு நான் முதல் நன்றி சொல்லிக்கிறேன். 23 வருஷமா இந்த நிம்மதிக்காக நான் வீதி வீதியா அலைஞ்சிருக்கேன். எந்த தப்பும் செய்யாம என் பையன் 23 ஆண்டு காலம் சிறையில் இருக்கான். அது எல்லாருக்குமே தெரியும்.
நாங்க இந்த மாதிரி ஒரு தீர்ப்பை எப்பவுமே எதிர்பார்த்து ஏமாந்து இருந்தா நான் கண்ட பலன். அதனாலதான் இன்னைக்கு கூட நான் ரொம்ப படபடப்பா இருந்தேன். അജി കുര്യാക്കോസ്, റോയ് റാഫേൽ, അഡ്വക്കേറ്റ് കെ മുഹമ്മദ് എന്നിവർ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അജി കുര്യാക്കോസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിധി, ഇന്ന് രാജ്യമേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവരുടെ ശിക്ഷയിൽ ഇളവ് വരുത്താനുള്ള തീരുമാനം ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ. ഇപ്പോൾ കോടതി ശിക്ഷ ഇളവ് ചെയ്തിരിക്കുന്നു. എന്താണ് ഈ വിധി നൽകുന്ന, ഈ ഇളവ് നൽകുന്ന പാഠം? ഇതില് ആദ്യമായി പറഞ്ഞോളട്ടെ, 1991 രാജീവ് ഗാന്ധി വധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ജഡ്ജ്മെന്റ്, 98 ഈ ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. 98 ഉണ്ടായിട്ടുള്ള ഈ ജഡ്ജ്മെന്റ് പ്രകാരമാണ് ഇവര് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. പിന്നെ അവരുടെ അമ്മ പറഞ്ഞതുപോലെ, പേരറിവാളന്റെ അമ്മ പറഞ്ഞതുപോലെ, തന്റെ മകൻ കുറ്റക്കാരനല്ല എന്നുള്ളത് ഇവിടെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അവർ കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളൊരു വിധിയല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് 23 വർഷമായിട്ട് ഈ ഒരു ഈ വ്യക്തികൾ ജയിലിൽ കിടക്കുന്നു. ഈ കുറ്റകൃത്യത്തിന് വന്നിട്ടുള്ള ശിക്ഷയുടെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ വിധിച്ചിരിക്കുന്നത് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അവരെ വിധിച്ചിരിക്കുന്നത് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് വിധിച്ചിരിക്കുന്നത്. പക്ഷെ അവര് 11 വർഷം മുൻപേ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മുമ്പാകെ ദയാഹർജി കൊടുത്തു. ഈ ദയാഹർജിയിൽ 11 വർഷത്തിന് ശേഷം ഇതുവരെയും ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കേണ്ടത്. ഒരു തീരുമാനവും എടുക്കാതെ 11 വർഷം ഈ ദയാഹർജി നീട്ടിക്കൊണ്ടുപോകുന്നു. ആ സമയത്ത് പ്രതികൾ അനുഭവപ്പെട്ടിട്ടുള്ള മാനസിക വ്യത, കാരണം അവർ തൂക്കിക്കൊല്ലാൻ പോകുന്ന വ്യക്തികളാണ്. അവരെ തൂക്കിക്കൊല്ലുന്നത് സ്റ്റേ ചെയ്യുമോ ഇല്ലയോ എന്ന് 11 വർഷമായിട്ടും അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ അനുഭവിച്ചിട്ടുള്ള മെന്റൽ ഏഗണി നമുക്കറിയാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകരായ രാംജത്ത് മലാനിയും അതുപോലെ തന്നെ യുഗ് മോഹിത് ചൗധരിയും വാദിച്ചത് ഈ ഒറ്റ സംഗതിയാണ്. അവർ പറഞ്ഞത് ഇന്നോർഡിനേറ്റ് ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ ഡിലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാതൊരു കാരണവുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ഡിലേ വന്നിരിക്കുന്നത് ഇവരെ തൂക്കിക്കൊല്ലണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതിന് 15 വർഷം എടുത്തിരിക്കുകയാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ ക്ലിയർ ആയിട്ട് ആർട്ടിക്കിൾ 21 റൈറ്റ് ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ വയലേഷൻ ആണ് എന്നുള്ള ഒരൊറ്റ കാരണമാണ് സുപ്രീം കോടതി ഇതിൽ ബേസ് ചെയ്തിരിക്കുന്നത്. ഈ ജഡ്ജ്മെന്റിൽ ബേസ് ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 21 വയലേഷൻ എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ കുറ്റവാളികളാണ്, അവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടിയിരുന്നു. അതല്ല, അവർ ശിക്ഷിക്കപ്പെടേണ്ടവർ അല്ല, അവർ ദയാഹർജി സ്വീകരിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഈ 11 വർഷം ഇതിനു വേണ്ടി കാത്തിരുന്നു. ഇതിനു മുമ്പ് ഫെബ്രുവരി 21 തീയതി 15 പേരെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട 15 പേരെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഒരു വിധി വന്നു. അതിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് ഇവരിപ്പോ ഈ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ക്രിമിനൽസിനെ നമ്മൾ നന്നാക്കി പറയുകയോ അല്ലെങ്കിൽ ഇവർ ചെയ്ത കുറ്റകൃത്യത്തിനെ നമ്മൾ അനുമോദിക്കുകയോ അല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവർ ചെയ്ത കാര്യം, അവർ അനുഭവിക്കേണ്ട ശിക്ഷ എന്തുകൊണ്ട് ഇത്ര വൈകി, അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇത്ര നടന്നിട്ടുള്ളത്, താങ്കളിലേക്ക് ശ്രീ കെ മുഹമ്മദ്, എന്താണ് ഈ രീതിയിൽ ഇത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? കാരണം ഈ രീതിയിൽ ശിക്ഷ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അനിശ്ചിതമായി ശിക്ഷ നീട്ടിക്കൊണ്ടുപോകുന്നു. 23 കൊല്ലമൊക്കെ ഒരാൾ തടവിൽ കഴിയുന്നു, ഒരു തീരുമാനവും ഉണ്ടാകാതെ പോകുന്നു. ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അല്ലെങ്കിൽ ശിക്ഷാ നടത്തിപ്പിലെ ഒരു അധ്യായമായി മാറുകയാണ്, ഒരു നാഴികക്കല്ലായി മാറുകയാണ്. ഇത് ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള വളരെ കാര്യമായ പര്യാലോചനകൾക്ക് ഈ വിധി വഴിവെക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ജസ്റ്റിസ് ഡിലേഡ് ഈസ് ഈക്വൽ ടു ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയാറുണ്ട്. വൈകിയെത്തുന്ന നീതി എപ്പോഴും അനീതിക്ക് തുല്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. ഇതേപോലെ ഇവരുടെ വിധിയിലും ശാന്തന്റെയും മുരുകന്റെയും പേരറിവാളന്റെ കാര്യത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൈകി നടന്ന നീതി നടപ്പാക്കലുകളാണ് ഇത്തരം ഒരു വിധിയിലേക്ക് കലാശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് അവരുടെ കേസിൽ മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല വിചാരണകളിലും തന്നെ ഈ ഒരു വൈകി വരുന്ന നീതി നമുക്ക് വളരെ വ്യക്തമായി കാണാം. ഉദാഹരണം പറഞ്ഞാൽ മഅദനിയുടെ കേസ്, അതേപോലെ തന്നെ ഇതേപോലെ ഒരുപാട് ചെറുപ്പക്കാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ജയിലുകളിൽ നീതി കാത്ത് വിചാരണ കാത്ത് കഴിയുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ഇവരുടെയൊക്കെ കാര്യത്തിൽ തന്നെ വെളിച്ചം വീശുന്ന ഒരു വിധിയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്
എന്നാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി പിന്നെ രാജീവ് ഗാന്ധിയെ പോലെ ഒരാൾ വധിക്കപ്പെടുക എന്ന് പറയുന്നത് ജനതയെ സംബന്ധിച്ചിടത്തോളം കനത്ത ഞെട്ടലും നഷ്ടവും ഉണ്ടാക്കിയ ഒരു സംഗതി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇതുവരെ കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിലും നമുക്ക് സംശയമില്ല. അതേസമയം പലപ്പോഴും താട പോട്ട പോലെയുള്ള നിയമങ്ങളിൽ കുരുങ്ങി വിചാരണ നീണ്ട് ആയുസ് നഷ്ടപ്പെടുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇവർക്ക് നിഷ്പക്ഷമായ നീതി ഉറപ്പുവരുത്താൻ നമ്മൾ വിജയിക്കുന്നുണ്ടോ എന്ന കാര്യമാണ്. ഈ ഒരു കാര്യത്തിലേക്ക് വളരെ ഗൗരവപ്പെട്ട ആലോചനകൾ നടത്താൻ ഈ ഒരു വിധി കാരണമാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഡോക്ടർ മുഹമ്മദ് നജീബ് തിരിച്ചെത്താൻ താങ്കളിലേക്ക്. ശ്രീ റോയ് റാഫേൽ, ഈ രീതിയിൽ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ എത്രയോ കാലം തടവിൽ കഴിയുന്ന ആളുകൾ അവർ കുറ്റം എന്തു ചെയ്യട്ടെ, ആ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഇപ്പോൾ തന്നെ ഇവിടെ NDA സർക്കാരാണ് ദയാഹർജിയിലെ തീർപ്പ് നീട്ടിക്കൊണ്ടുപോയത് എന്ന രീതിയിലുള്ള അറ്റോർണി ജനറലിന്റെ വാദം പോലുള്ള വാദങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ ഒരു സർക്കാർ നയം അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ശ്രീ റോയ് റാഫേൽ, പറയാം. ഇങ്ങനെയൊക്കെ ആകാമോ ഒരു തടവിൽ കഴിയുന്ന ആളുകളുടെ കാര്യത്തിൽ, ആരുടെ കാര്യത്തിലായാലും? തീർച്ചയായിട്ടും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള നിരവധി ആക്ഷേപങ്ങൾക്ക് ഒരു സാധൂകരണം എന്ന നിലയിലാണ് ഇന്ന് ഈ ഒരു വിധിന്യായം ഇന്ത്യയിലെ ഉന്നത നീതിന്യായ പീഠം തന്നെ, സുപ്രീം കോടതി തന്നെ ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ 1991 ഈ ഒരു അതിദാരുണമായ സംഭവത്തിന് 1998 വിധി പ്രസ്താവിച്ചതാണ്. നേരത്തെ ഇവിടെ തന്നെ സംസാരിച്ച അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, അതിന്റെ ഗൗരവ സ്വഭാവം നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ വയ്യ. കാരണം ചില കുറ്റകൃത്യങ്ങളെ നമ്മുടെ രാഷ്ട്രം കാണുന്നത് രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ്. വ്യക്തികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരുമ്പോഴും അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കോടതി വധശിക്ഷ വിധിക്കാറുണ്ട്. പക്ഷെ ഇവിടെ രാജീവ് ഗാന്ധിയെ പോലെ രാഷ്ട്രത്തിനെ ഭരിച്ച ഒരു വ്യക്തി, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി വധിക്കപ്പെടുമ്പോൾ അത് നമ്മൾ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റമായിട്ടാണ് കാണുന്നത്. പക്ഷെ ആ ഒരു പ്രാധാന്യം, ആ ഒരു ഗൗരവം എന്തുകൊണ്ട് തുടർ നടപടികളിൽ മാറി മാറി വന്ന സർക്കാരുകൾ കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ പൊതുസമൂഹം, പൗരസമൂഹം ഉന്നയിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ചോദ്യമെന്ന് ഞാൻ കരുതുന്നു. കാരണം രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം 23 വർഷത്തോളം ഈ പ്രതികൾ ജയിലിൽ കഴിഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നല്ല, ലോകത്ത് ഒരിടത്തെയും ശിക്ഷാ നിയമം ഒരു കേസിന് അല്ലെങ്കിൽ ഒരു കുറ്റത്തിന് 2 ശിക്ഷ വിധിക്കില്ല. 23 വർഷം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നീതിന്യായ പീഠം അനുശാസിക്കുന്ന ജീവപര്യന്തം തടവ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും അവരെ മറ്റൊരു ശിക്ഷയ്ക്ക് വിധേയമാക്കുക ഒരേ കുറ്റത്തിന് എന്ന് പറയുന്നത് സ്വാഭാവികമായ നീതിക്ക്, സ്വാഭാവികമായ മനുഷ്യാവകാശ ലംഘനമാണ് എന്നതിന് യാതൊരു സംശയമില്ല. പക്ഷേ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായി നടന്ന ഈ നടപടിക്രമങ്ങൾക്ക് ശേഷം വിധി പ്രസ്താവിച്ചു. അത് കൃത്യമായ സമയങ്ങളിൽ ഭരണകൂടം ഈ തീരുമാനമെടുത്തിരുന്നെങ്കിൽ അന്ന് ആ വധശിക്ഷയെ ഇന്ന് എതിർക്കുന്നവർ പോലും അന്ന് എതിർക്കുമായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം അന്ന് അത് ആ കാലഘട്ടത്തിന്റെ വൈകാരികത അതിനകത്തുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നെങ്കിൽ തന്നെ അത് ആ കാലഘട്ടത്തിന്റെയും ആ സമയത്തിന്റെയും ആവശ്യകതയായിരുന്നു എന്ന നിലയിൽ അത് അംഗീകരിക്കപ്പെടുമായിരുന്നു. നമുക്കതിനറിയാം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള എത്രയോ കുറ്റകൃത്യങ്ങളിൽ വധശിക്ഷ നടപ്പാക്കി. അഫ്സൽ ഗുരുവിന്റെ പാർലമെന്റ് ആക്രമണ കേസിലെ വധശിക്ഷ തന്നെ അതിന് ഉദാഹരണമാണ്. അത് മാത്രമേ നമുക്ക് അറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ വധശിക്ഷകൾ അതിനുശേഷം നടപ്പാക്കി. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് മാറി മാറി വന്ന എല്ലാ സർക്കാരും, ഒരു സർക്കാരുകൾക്കും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ മാറി നിൽക്കാൻ സാധിക്കില്ല. കോൺഗ്രസിന് മാറി നിൽക്കാൻ സാധിക്കില്ല, NDA സർക്കാരിന് മാറി നിൽക്കാൻ സാധിക്കില്ല, ഒരു സർക്കാരിനും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ മാറി നിൽക്കാൻ സാധിക്കില്ല. അജി കുര്യാക്കോസ്, ഒരു നിയമജ്ഞൻ എന്ന നിലയിൽ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിന്റെ ഒരു വലിയ പോരായ്മ കൂടിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് ഈ രീതിയിലുള്ള നീതി നിഷേധം അല്ലെങ്കിൽ നീതി നടപ്പാക്കുന്നത് സംബന്ധിച്ച, ശിക്ഷ നടപ്പാക്കുന്നത് സംബന്ധിച്ച ഈ ആശയക്കുഴപ്പം എങ്ങനെയാണ് മൊത്തത്തിൽ ഇവിടെ പ്രതിഫലിക്കുന്നത്? ഈ കേസിൽ മാത്രമല്ല. തീർച്ചയായും നമുക്ക് ഇൻ ജനറൽ ആയിട്ട് ഈ ഒരു വിഷയത്തെ എടുക്കണം. കാരണം ഇന്ത്യ ഗവൺമെന്റിന്, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സിവിൽ കേസിലായിരുന്നാലും ശരി, ക്രിമിനൽ കേസിലായിരുന്നാലും ശരി, ഇന്നോർഡിനേറ്റ് ആയിട്ടുള്ള ഡിലേ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം നമുക്ക് സിവിൽ കേസ് എടുക്കാം. ഇപ്പൊ ഈ വധശിക്ഷയുടെ കാര്യം നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന സിവിൽ കേസുകളെ കുറിച്ച് എടുക്കാം. ഏതൊരു വ്യക്തിയും പുറമേ നിന്ന് കേൾക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇന്ത്യയിൽ ഒരു സിവിൽ കേസ് തീരാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടിയിരിക്കുന്നു. കാലാകാലമായിട്ടുള്ള ഒരു അമെന്റ്മെന്റ്സ് നടത്തേണ്ടിയിരിക്കുന്നു. ചില കാര്യങ്ങൾ 1969-ലും 1968-ലും ഒക്കെ ചില കേസുകൾ കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഡിലേ എങ്ങനെ വരും? ഈ 69-ൽ കൊടുത്ത ഒരു പെറ്റീഷൻ അത് 2014 ആകുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണ്? ആ കൊടുത്തിട്ടുള്ള ആ ഇന്റൻഷൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണുള്ളത്?
അപ്പൊ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഈ വധശിക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2012 കണക്ക് പ്രകാരം 414 പേര് ഇത്തരത്തില് വധശിക്ഷ കാത്തു കിടക്കുന്നുണ്ട്. 414 പേര് ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ വധശിക്ഷ കാത്തു കിടക്കുന്നുണ്ട്. ഇപ്പം ഈ 414 പേര് വധശിക്ഷ നടപ്പാക്കുവാനോ അല്ലെങ്കിൽ അവരുടെ വധശിക്ഷയിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതിന് ഇപ്പോഴും ഇതുപോലെ തന്നെ ഈ നീതിപീഠത്തിന് മുന്നിൽ ഇതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രീ അജി കുര്യാക്കോസ് തിരിച്ചെത്താം. സൗദിയിൽ നിന്ന് അജ്മൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അജ്മൽ പറയൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ ശ്രീ അജ്മൽ, കേൾക്കാം. താങ്കളുടെ പ്രതികരണം രേഖപ്പെടുത്താം. കേൾക്കാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പിന്നോക്ക രീതിയായിട്ടേ നമുക്ക് ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. പറയൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു മഹാനെ ഇങ്ങനെ കൊന്നിട്ട് നമ്മുടെ സർക്കാർ അവർക്ക് ഒരു അനുകൂലമായ ഒരു പ്രതികരണമാണ് അതിൽ വന്നേക്കുന്നത്. വളരെ നന്ദി ശ്രീ അജ്മൽ പ്രതികരിച്ചതിന്. ശ്രീ അജി കുര്യാക്കോസ് തുടരൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 414 പേരുടെ വധശിക്ഷയെ കുറിച്ചുള്ള ഒരു തീരുമാനം ഇതുവരെ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് ഡിലൈഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ നീതിപീഠം വളരെ വ്യക്തമായിട്ട് നമ്മുടെ നീതിന്യായ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. റോയ് പറഞ്ഞതുപോലെ ഡബിൾ ജിയോപ്പാടി, ഒരു കുറ്റത്തിന് രണ്ട് ശിക്ഷ 1998 വിധി വന്നിട്ടുള്ളതാണ്. 98 മുതൽ 2011 വരെ വധശിക്ഷ കാത്തു കിടക്കുകയാണ്. 2011 ഇവർ വധശിക്ഷ നടപ്പിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ പറഞ്ഞത്. അപ്പം ആ പ്രതിഭ പാട്ടീൽ അംഗീകരിച്ചത്. ആ 2011 അതിന്റെ ആ വിധി പിന്നീട് മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പിന്നെ 2014 വരെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ കിടക്കുന്നു. നമ്മുടെ വളരെ വിഷമമുണ്ട്. നമ്മുടെ അറ്റോർണി ജനറൽ കോടതിയിൽ സൂചിപ്പിച്ചത് ഇവർക്ക് യാതൊരു തരത്തിലുള്ള മെന്റൽ ഏഗണി ഉണ്ടായിരുന്നില്ല, അവർ വളരെ ഉല്ലാസവാന്മാരെ നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. 98 വധശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തികൾ ഇന്നോ നാളെയോ തങ്ങളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാമെന്ന് പേടിച്ച് ഇരുണ്ട് കഴിയുന്ന വ്യക്തികൾ, അവർക്ക് മെന്റൽ ആഗനി, ഫിസിക്കൽ ടോർച്ചറിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്, മെന്റൽ ടോർച്ചറിനെ കുറിച്ചാണ് സംസാരിച്ചത്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. ജഡ്ജ്മെന്റിലെ ചീഫ് ജസ്റ്റിസ് പറയുന്നുണ്ട്, ഇവിടെ ഫിസിക്കൽ ടോർച്ചറിനെ കുറിച്ചല്ല സംസാരിച്ചത്, മെന്റൽ ടോർച്ചറിനെ കുറിച്ച് സംസാരിച്ചത്. എത്ര വ്യക്തികൾ ഇതുപോലെ കിടക്കുന്നുണ്ട്. അവർ ചെയ്ത കുറ്റത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാണുന്നില്ല. അവർ ചെയ്ത കുറ്റം ഗവൺമെന്റിന്, ഈ സ്റ്റേറ്റിനെതിരെ ഒരു ഒഫൻസ് അവർ നടത്തിയിരിക്കുന്നു. ആ ഒഫൻസിന് നമ്മൾ ഒരു കാരണവശാലും കുറച്ച് കാണുന്നില്ല. വീണ്ടും റോയ് പറഞ്ഞ വാക്കുകളിലേക്ക് കടപിടിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അത് കുറച്ച് കാണുന്നില്ല. പക്ഷേ അത്തരം ഒഫൻസുകൾ സംഭവിച്ചു 23 വർഷം ജയിലിൽ കിടന്നു. നിങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ. എന്തുകൊണ്ട് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ തൂക്കിക്കൊല്ലാൻ അദ്ദേഹം സമ്മതിക്കുന്നത്? 98 വിധി വന്നു, 99 തൂക്കിക്കൊല്ലട്ടെ. അതിന്റെ എല്ലാവിധ അപ്പീലുകളും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് അവർ അപ്പീൽ കൊടുത്തു, അവർ ദയാഹർജി കൊടുത്തു. ആ ദയാഹർജിയിൽ തീരുമാനമെടുത്ത് അവർ തൂക്കിക്കൊല്ലട്ടെ. അവർ ചെയ്ത തെറ്റ് കുറച്ച് കാണുന്നില്ല. പക്ഷേ അങ്ങനെ തൂക്കിക്കൊല്ലാതെ ഇപ്പൊ ഞാൻ ഇതിനെ കൂടി ചേർത്തുകൊണ്ടൊരു സംഭവം ഞാൻ വളരെ സാന്ദർഭികമായതുകൊണ്ട് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മദനി, അദ്ദേഹം ഇത്ര വർഷമായി ജയിലിൽ കിടക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ന്യായീകരിക്കുകയോ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങൾ ന്യായീകരിക്കുകയല്ല. കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെടാതെ ഇത്രയും നാളുകളായി അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. അപ്പം ഇത്തരം ആളുകളുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട നീതിപീഠം ഒരു തീരുമാനമെടുക്കണം. ഇത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയപരമായ ഇമ്പാക്റ്റുകൾ മനസ്സിലാക്കാതെ അല്ല ചീഫ് ജസ്റ്റിസ് ഈ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. ഇതിൽ വളരെ രാഷ്ട്രീയപരമായ പല അടിയൊഴുക്കുകൾക്കും ഇതിൽ വഴിവെക്കാം. പക്ഷെ ആ ഒരു പേടി നീതിപീഠം പോലും കാണിക്കുന്നുവോ എന്നുള്ളതാണ് ഇവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങളുടെ ഭയം. കാരണം രാഷ്ട്രീയക്കാരെ. കരീംലാൽ നമ്മോടൊപ്പം ചേരുന്നു, ഒരു പ്രേക്ഷകൻ. ശ്രീ കരീംലാൽ പറയൂ. നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ രണ്ട് മുഖങ്ങളാണ് ഇത് കാട്ടുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ തന്നെ ഈ ചർച്ചയിലുണ്ടായിരുന്ന മാന്യ വ്യക്തി പറഞ്ഞില്ല, അബ്ദുൽ നാസർ മഅദനിയുടെ കാര്യം. ഒരു തെളിവുമില്ലാതെയാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്നത്. 3.5 വർഷം 4 വർഷം ആകാൻ പോകുന്നു. അതേപോലെ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2 വർഷം മുമ്പ് ഇസ്രോയിൽ ബാംഗ്ലൂർ ISROയിൽ അനധികൃതമായി കയറിപ്പറ്റിയ ഒരു സ്ത്രീ, മലയാളിയാണ് അവർ. അവരെ തെളിവ് സഹിതം പിടികൂടുകയും എന്നാൽ പിന്നീട് ജയിലിൽ അടച്ചതിന് ശേഷം അവർക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭർത്താവിന്റെ അടുത്തേക്ക് സ്വയം കോടതി വിടുകയാണ് ചെയ്തത്. മറ്റൊന്ന്, മായ കൊഡ്നാനി ജീവപര്യന്തം തടവിനാണ് കൂട്ടക്കൊല നടത്തിയതിന് അവരെ ശിക്ഷിക്കപ്പെട്ടത്. അവരും പിന്നീട് ഒരു 2 മാസം മുമ്പ് മോചിതയായി. അത് തെളിവ് സഹിതം ശിക്ഷിക്കപ്പെട്ടവർ. അതേസമയം അബ്ദുൽ നാസർ മഅദനി ഒരു വിചാരണ പോലും ഇല്ലാതെ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അദ്ദേഹം 4 വർഷം പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന്. ഇത് ഇലക്ഷന്റെ ഇടയിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഈ ബിസ്ക്കറ്റ് രാജാവ് രാജൻ പിള്ളക്ക് പറ്റിയ പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. വളരെ നന്ദി ശ്രീ കരീം ലാല നമ്മളോട് പ്രതികരിച്ചതിന്. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു.